ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം എന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പഠിക്കാം. സെന്റൻസസ് നോക്കാം. നീ ഇന്നലെ അവനെ കണ്ടോ? നീ ഇന്നലെ അവനെ കണ്ടോ? കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെൽപ്പിംഗ് വേർഡ് എപ്പോഴും ഡിഡ് ആയിരിക്കും. ഞാൻ ഒന്നുകൂടി പറയാം. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് എപ്പോഴും ഡിഡ് ആയിരിക്കും. എന്നാൽ സെന്റൻസിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം എഴുതണം. ഇവിടെ അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഡിഡിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഡിഡ് യു? ഇനി പറഞ്ഞ കാര്യം എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഡിഡിന് ശേഷം എപ്പോഴും എഴുതുന്ന വേർബ് എന്തിലായിരിക്കണം? ബേസ് ഫോമിലായിരിക്കണം. ബേസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർബിനെ നമുക്ക് പല ഫോംസിലേക്ക് ആക്കാം. എസ്, ഇ എസ്, ഇ ഡി, ഐ എൻ ജി ഇങ്ങനെ പല രീതിയിലേക്ക് മാറ്റിയെടുക്കാം. ഇത്തരം രീതികളൊന്നും ഇല്ലാതെ, അതായത് എസ്, ഇ എസ്, ഇ ഡി, ഐ എൻ ജി ഒന്നും ചേർക്കാത്ത ഫോമിനെയാണ് നമ്മൾ ബേസ് ഫോം എന്ന് പറയുന്നത്. ഡിഡ് യു സി? ഡിഡ് ചേർത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ സി എഴുതിയത്. ഡിഡ് യു സീ ഹിം yesterday? Did you see him yesterday? ഞാൻ ഒന്നുകൂടി പറയാം. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നിരിക്കുന്ന ചോദ്യവാചകത്തിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ വേർഡിൽ സ്റ്റാർട്ട് ചെയ്യും. ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്ത പക്ഷം നമ്മൾ ഡിഡ് ഉപയോഗിച്ചാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഡിഡിന് ശേഷം വരുന്ന വേർബ് എപ്പോഴും ബേസ് ഫോമിലായിരിക്കണം. ഡിഡ് യു സീ ഹിം yesterday? മറ്റ് സെന്റൻസസ് നോക്കാം. ഇന്നലെ നിന്നെ അമ്മ വഴക്കു പറഞ്ഞു. ഇന്നലെ നിന്നെ അമ്മ വഴക്കു പറഞ്ഞു. അതല്ലെങ്കിൽ ഇന്നലെ നിന്റെ അമ്മ നിന്നെ വഴക്കു പറഞ്ഞു. നമുക്ക് ഡിഡിൽ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ചല്ലേ ചോദിക്കുന്നത്. ഡിഡ് യുവർ മദർ scold you yesterday? Scold you yesterday? Did your mother scold you yesterday? നീ ഫുഡ് കഴിച്ചോ? നീ ഫുഡ് കഴിച്ചോ? Did you eat food? Did you eat food? നീ ഫുഡ് കഴിച്ചോ? അവൻ പഠിച്ചോ? ഡിഡിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഡിഡ് ഹി? പഠിച്ചോ, പഠിക്കുക. നമ്മൾ ബേസ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ഡിഡ് ഹി സ്റ്റഡി? ഡിഡ് ഹി സ്റ്റഡി? അവൻ പഠിച്ചോ? ഈ സെന്റൻസ് നോക്കിയേ. ഇന്നലെ നീ എപ്പോൾ ഉറങ്ങി? ഇന്നലെ നീ എപ്പോൾ ഉറങ്ങി? ഇവിടെ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വെച്ച് ഒരു വ്യത്യാസം ഉണ്ടല്ലേ. ഈ സെന്റൻസിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്. എപ്പോൾ? ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ വേർഡിലാണ് ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എപ്പോൾ എന്നതിന് വെൻ. ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ഹെൽപ്പിംഗ് വേർബ്. കഴിഞ്ഞു പോയ കാര്യം ആയതുകൊണ്ട് ഡിഡ്. വെൻ ഡിഡ് യു സ്ലീപ് yesterday? When did you sleep yesterday? ഇന്നലെ നീ എപ്പോൾ ഉറങ്ങി? When did you sleep yesterday? ശ്രദ്ധിക്കണം, ഡിഡ് ചേർത്ത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ പിന്നെ നമ്മൾ എഴുതുന്നത് സ്ലീപ്പാണ്, ബേസ് ഫോം, അല്ലാതെ പാസ്റ്റ് ടെൻസിലല്ല. എവിടെയാണ് ആക്സിഡന്റ് നടന്നത്? എവിടെയാണ് ആക്സിഡന്റ് നടന്നത്? എവിടെ എന്നതിന് verb. കഴിഞ്ഞു പോയി, അതുകൊണ്ട് did. Where did the accident? Where did the accident happen? Where did the accident happen? എവിടെയാണ് ആക്സിഡന്റ് നടന്നത്? Where did the accident happen? ഇന്നലെ നീ എത്ര സമയം അവനെ വെയിറ്റ് ചെയ്തു? ഇന്നലെ നീ എത്ര സമയം അവനെ വെയിറ്റ് ചെയ്തു? എത്ര സമയം എന്നതിന്
how long. How long did അല്ലേ കഴിഞ്ഞു പോയി. Did you waited അല്ല wait. How long did you wait for him? ഇന്നലെ അല്ലേ yesterday. How long did you wait for him yesterday? ഇന്നലെ നീ എത്ര നേരം അവനെ വെയിറ്റ് ചെയ്തു? ഇന്നലെ നീ എവിടെയാണ് താമസിച്ചത്? ഇന്നലെ നീ എവിടെയാണ് താമസിച്ചത്? എവിടെ were. ശേഷം സഹായക ക്രിയ പാസ്റ്റിലായതുകൊണ്ട് നമുക്ക് did എഴുതാം. Where did you stay yesterday? Yesterday. Where did you stay yesterday? ഇന്നലെ നീ എവിടെയാണ് താമസിച്ചത്? Where did you stay yesterday? എന്നാണ് നീ ഇവിടെ ജോയിൻ ചെയ്തത്? അല്ലെങ്കിൽ എപ്പോഴാണ് നീ ഇവിടെ ജോയിൻ ചെയ്തത്? When did you join here? When did you join here? ഇന്ന് കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നാണ് പഠിച്ചത്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് did ആണ്. സാധാരണ ഒരു ചോദ്യവാചകത്തിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടായിരിക്കും. എപ്പോൾ, എവിടെ, എത്ര നേരം, ആര് എന്നിങ്ങനെ. ഇത്തരത്തില് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ ചോദ്യവാചകം തുടങ്ങുന്നത് ക്വസ്റ്റ്യൻ വേർഡിലായിരിക്കും. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെൽപ്പിംഗ് വേർബ് ആയിരിക്കും. കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഡിഡ് ആണ്. ഡിഡ് കഴിഞ്ഞു വരുന്ന വേർബ് എപ്പോഴും ബേസ് ഫോമിലായിരിക്കണം. ബേസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർബിന്റെ കൂടെ എസ്, ഇ എസ്, ഇ ഡി, ഐ എൻ ജി ഒന്നും ചേർക്കാത്തതിനെയാണ് നമ്മൾ ബേസ് ഫോം എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല എന്ന് വിചാരിക്കാം. ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല എങ്കിൽ ചോദ്യവാചകം എപ്പോഴും തുടങ്ങുന്നത് ഹെൽപ്പിംഗ് വേർബിലായിരിക്കും. ഡിഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രം, വേർബ് ബേസ് ഫോമിലായിരിക്കണം എന്നത്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.